ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓട്സ് വെച്ചിട്ടാണ്. വലിയ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുക. 250 ml അളവുള്ള കപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മുടെ ചെറിയ ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതി. ഇനി അതിന് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തു. ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കട്ടി ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കഴുകി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സി ഒന്ന് കഴുകി ഒഴിച്ചപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ 1 പച്ചമുളക് ചേർത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 പിടി ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ്. 2 തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. മീഡിയം സൈസ് തക്കാളിയാണ്. അത് നമ്മൾ വെറും ചെറുതായിട്ട് അരിയണം കേട്ടോ. ഒരുപാട് വലിയ പീസായി പോകരുത്. 1 സവാളയുടെ പകുതിയാണ്. 1 സവാള വേണമെങ്കിലും ചേർക്കാം. ഇവിടെ പച്ചുള്ളിയുടെ അത്ര ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പകുതി ഞാൻ ചേർത്തത്. പിന്നെ ഒരു വലിയ ക്യാരറ്റാണ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മുടെ മുരിങ്ങയില ഒരു 2 പിടിയോളം ഉണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മുരിങ്ങയിലയാണ്. അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചീത്തയായ ഇലയൊക്കെ കളഞ്ഞ് എടുത്തതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് തേങ്ങ ചിരകിയതാണ്. അതൊരു 1/4 കപ്പ് മതി. അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് രാത്രി ഡിന്നറിനായാലും ഇതെടുക്കാം. ഷുഗറുകാർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് ഓട്സിൻ്റെ കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ വേണം. നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം കൂടിയും പോകരുത്, എന്നാൽ തീരെ കട്ടിയാകരുത്. ഈ ഒരു ബാറ്ററാണ് വേണ്ടത് നമുക്ക്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കാരണം നമ്മുടെ ഓട്സിൻ്റെ മുട്ടയുടെ ആ മിക്സും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഗ്യാസ് ഓണാക്കി നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇച്ചിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ദോശയുടെ മാവ് നമുക്ക് കോരി ഒഴിക്കാം. ഉപ്പ് ശകലവും കൂടെ നോക്കിയിട്ട് കുറവായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ അളവനുസരിച്ച് ഉപ്പൊക്കെ ടേസ്റ്റിന് എരി ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന്, ചിലർക്ക് ഉപ്പ് കുറവ് മതിയായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് ഒരുപാടങ്ങ് വലുതാക്കരുത്. തീരെ കട്ടി കുറഞ്ഞു പോയാൽ നമുക്ക് ഈ ദോശ പൊടിഞ്ഞു പോകും. പിന്നെ വേകാനും നമ്മുടെ അരിദോശയൊക്കെ കണക്ക് പെട്ടെന്ന് വെന്തും കിട്ടത്തില്ല, ഉള്ളു വേഗത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ദോശയുടെ മാവ് വെച്ചിട്ട് നമ്മുടെ ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ദോശ ചുട്ടെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ വേണേൽ ചേർക്കാം, ഗീ വേണേൽ ചേർക്കാം, ബട്ടർ ചേർക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ചേർത്തേക്കുന്നത്.
അപ്പം വെളിച്ചെണ്ണ വേണേലും ഏത് ഓയിൽ വേണേലും നമുക്ക് ചേർക്കാം കേട്ടോ. ഗീ ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നെയ്യൊക്കെ ചേർത്ത് നല്ല മുരിച്ച് കൊടുത്താൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടി വരത്തില്ല. അപ്പോൾ ഒരു വശം മുരിഞ്ഞ് നമ്മൾ അടുത്ത വശവും കൂടെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചുട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്തതും ചുടാം. അപ്പോൾ നമുക്കിപ്പോൾ അരിയൊക്കെ അരച്ച് വെച്ചില്ലെങ്കിൽ തന്നെ ആയാലും രാവിലെ പെട്ടെന്ന് ഓട്സും 2 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ദോശയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആയാലും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല. പിന്നെ ഞാനിതിൻ്റെ കൂടെ ചട്നി അടിച്ച്, അത് പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തില്ല. നേരത്തെ ചട്നി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തൈരും തേങ്ങയും പച്ചമുളകും കൊച്ചുള്ളിയൊക്കെ ചേർത്തിട്ട് അടിച്ച ആ ഒരു കട്ട ചമ്മന്തി ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ കൂടെ കൂടുതൽ ടേസ്റ്റ്. അല്ലാതെ സാമ്പാറും അങ്ങനെയുള്ളതൊന്നും ഇതിൻ്റെ കൂടെ ശരിയാവില്ല. കറിയൊന്നും ഇല്ലാതെ തന്നെ ആയാലും നമുക്ക് കഴിക്കാൻ പറ്റും. കാരണം ഞാൻ 1-2 പ്രാവശ്യം നേരത്തെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ മക്കൾക്ക് ഏഞ്ചലിനൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെയും ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അവർക്ക് കറിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇച്ചിരി നെയ്യ് ഒഴിച്ച് മുരിച്ച് കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കഴിച്ചു. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ദോശയാണ്. അപ്പം നമ്മുടെ രണ്ടാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതുകൂടെ ചുട്ടെടുക്കാം. നമുക്കിതിൽ നിന്നൊരു 7 ദോശ കിട്ടിയിട്ടുണ്ട്. 1 കപ്പ് ഓട്സും 3 മുട്ടയും കുറച്ച് വെജിറ്റബിൾസും എല്ലാം കൂടെ ആയപ്പോൾ ഒരു 7 ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 3 പേരൊക്കെയുള്ള കുടുംബത്തിന് ധാരാളമാണ്. രാവിലെ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ രാത്രി വേണമെങ്കിൽ ഇത് കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻറ്റിനും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കിത് വളരെ നല്ലൊരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.